നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ, ഒറൻസ് ബിൽഡേഴ്സ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കടയിരിപ്പിലുള്ള നമ്മുടെ കസ കനവിലാണ്. കസ കനവ് പേര് പോലെ തന്നെ ഒരു ഡ്രീം ഹോമാണ്. ഇറ്റാലിയനിൽ കസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല, കനവ് എന്ന് പറഞ്ഞാൽ ഡ്രീംസ്. ഒരു ഫ്യൂഷനായിട്ട് തന്നെ ഈ വീടും അതുപോലെ തന്നെ ഒരു ട്രോപ്പിക്കൽ ഫ്യൂഷൻ രീതിയിലാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും എന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ആൻഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷം നമുക്ക് കാണാം. ഈ പ്രൊജക്ടിന്റെ ടോട്ടൽ പ്ലോട്ട് സൈസ് എന്ന് പറയുന്നത് 22 സെൻസ് ആണ്. 22 സെൻസിൽ മാക്സിമം നമ്മൾ ഈ വീട് സൗത്ത് വെസ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഫ്രണ്ട് സൈഡിൽ എൽ ഷേപ്പിലാണ് നമുക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വലിയൊരു ലാൻഡ്സ്കേപ്പ് ഉള്ള കാരണം തന്നെ ഈ വീടിന്റെ ഓളിയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് നമുക്ക് നറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 എലിവേഷനിലാണ്. സോ മെയിൻലി ഒരു ഈസ്റ്റ് സൈഡിൽ ഒരു എലിവേഷനും നോർത്ത് സൈഡിൽ നോക്കുകയാണെങ്കിൽ വേറൊരു എലിവേഷൻ. ഇത് ട്രോപ്പിക്കൽ ഫ്യൂഷൻ മോഡലിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ആൻഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമും 4 തീമിലാണ് ഉള്ളത്. സോ ബേസിക്കലി ഒരു ട്രോപ്പിക്കൽ ആണെന്നുണ്ടെങ്കിലും ഉള്ളിലോട്ട് കയറുന്തോറും ഇത് പല സ്റ്റേജസിൽ പല ലെവലിലോട്ടായിട്ടാണ് ഈ വീടിന്റെ ഡിസൈൻ മാറിയിരിക്കുന്നത്. നമ്മള് വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ തന്നെ ആ ഫ്രണ്ട് ഡോർ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ജസ്റ്റ് നമുക്കൊരു ഫോമൽ ലിവിങ് സ്പേസ് ആണുള്ളത്, ഒരു റൂം പോലും അല്ല. ഫോമൽ ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് റിലാക്സിങ് ഡെസ്കിലോട്ടാണ്. സോ ഫോമൽ ലിവിങ് സ്പേസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ് 3x3 മീറ്ററിന്റെ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു റിലാക്സിങ് ഡെക്കിലോട്ട് എത്തുമ്പോൾ അവിടെ ചുറ്റും ഒരു വാട്ടർ ബോഡിയും അവിടെ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫോമൽ ലിവിങ്ങിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് കിട്ടുന്നത് ഒരു ഓപ്പൺ കിച്ചണിലോട്ടുള്ളൊരു വ്യൂ ആണ്. അവിടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വളരെ ഒരു ലൈറ്റ് പെയിൽ ഗ്രീൻ്റെ കളറാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് മൊത്തം മാച്ച് ചെയ്തിട്ടൊരു കൗണ്ടർ ടോപ്പ് ടൈലാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഫ്റ്റ് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ കിച്ചണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡെക്കും അത് നമ്മുടെ റിലാക്സിങ് ഡെക്കായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ പോർഷനുമായിട്ടും ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ ലിവിംഗ് റൂം ആയാലും ഫോമൽ ലിവിംഗ് സ്പേസ് ആയാലും ഡൈനിങ് ആണെങ്കിലും ഈവൻ സ്റ്റെയർ ഏരിയ ആണെങ്കിലും എല്ലാം വെൽ കണക്റ്റഡ് ആണ്. ജസ്റ്റ് നമുക്കൊരു കോമൺ പോയിന്റ് ആയിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യാം. ഫോമൽ ലിവിങ്ങിലോട് നിയർ ബൈ ആയിട്ട് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പൂജ സ്പേസ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പൂജ റൂം അല്ല, പൂജ സ്പേസ് ആണ്. ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടെക്സ്ചർ വാളാണ് 2 സൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു 3D എഫക്റ്റ് ഉള്ളതും അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോട്ടസും കാര്യങ്ങളും എല്ലാം ടെക്സ്റ്റിൽ തന്നെ ചെയ്തൊരു പൂജ സ്പേസ് ആണ് ഈ വീട്ടിൽ. വളരെ കോമ്പാക്റ്റ് ആയിട്ട് പ്ലീസിംഗ് ആയിട്ടുള്ളൊരു പൂജ സ്പേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കോമൺ സ്പേസിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരുന്നത്. ഡൈനിങ് ഏരിയയിൽ വന്നാലും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു കലാത്തിയുടെ ഒരു പിക്ചറാണ് നമ്മൾ ടെക്സ്ചറിൽ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡൈനിങ് സ്പേസ് നോക്കുകയാണെങ്കിൽ 6 സീറ്റർ ആണ്, വുഡൻ വിത്ത് ഗ്ലാസ് തീമിലാണ്. സോ ഇവിടുത്തെ ഒരു കോമൺ വാഷ് ഏരിയ, ഹാൻഡ് വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഔട്ട് സൈഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു പേഷ്യൂല്. അതുപോലെ തന്നെ ഇത് ഫുള്ളി കോൺക്രീറ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഡൈനിങ് സ്പേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണായിട്ട് വെൽ കണക്റ്റഡ് ആണ്. സോ ഇവിടെ ഒരു സെർവിങ് ഏരിയ ഉണ്ട്, ഒരു സെർവിങ് കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഒരു പാസേജ് ദാറ്റ് കണക്ട്സ് ടു ദ കിച്ചൺ ഏരിയ. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് കിച്ചണിലോട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ആണ്. സോ ഇവിടുന്ന് ഫുഡ് സെർവ് ചെയ്യാനായാലും ഡൈനിങ് ടേബിളിലോട്ട് ബാക്കിയുള്ള കാര്യത്തിനായാലും നമുക്ക് വെൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ചെറിയൊരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു 3 പില്ലേഴ്സ് നമ്മൾ CNCയിൽ ഗ്രൂ ചെയ്തിട്ട് നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് ഉള്ളത്. സോ 2 ബെഡ്റൂമും ഈ ഒരു കോറിഡോറിൻ്റെ 2 ഡയറക്ഷൻസിലായിട്ടാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. സോ ഇതിൻ്റെ സൈസ് 4 മീറ്റർ ബൈ 3.8 മീറ്റർ ആണ്.
ഇവിടെ സെപ്പറേറ്റ് ഒരു വാക്കിൻ കബോർഡ് ഉണ്ട്. സോ ഇവിടുത്തെ മൊത്തം തീം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ തീമിലാണ്, ഒരു ലൈറ്റ് ഗ്രീൻ തീമിലാണ് ഈ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ്റെ ഒപ്പം തന്നെ ആ വുഡൻ ടോൺ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹെഡ് ബോർഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ WPCയുടെ സ്ലോട്ടഡ് പാനൽസ് ആണ്. പുറകിൽ ഒരു ടെക്സ്റ്റൈഡ് വാൾ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ക്രീപ്പർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ബെഡ്റൂമിലായാൽ പോലെ തന്നെ മറ്റു ബെഡ്റൂമിലെ പോലെ തന്നെ ഒരു ലോങ് ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമിന് എക്സ്ട്രാ വോളിയമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മിനിമൽ ആയിട്ടൊരു ഫോൾ സീലിംഗ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഗസ്റ്റ് റൂമിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പുറകിലത്തെ വാളിൽ ഫുൾ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺസിലാണ് നമ്മൾ ഈ ക്ലാഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിൻഡോസ്, ലാർജ് വിൻഡോസ് ആണ് ഈ റൂമിലുള്ളത്. സോ ഇവിടുത്തെ ലൈറ്റിംഗ് ആംബിയൻസ്, നാച്ചുറൽ ലൈറ്റ് വെൽക്കം ചെയ്യുന്നത് വളരെ കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ കർട്ടൻസും നോക്കിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ബ്ലൈൻഡ്സും അതുപോലെ തന്നെ ഷിയർ കർട്ടനും അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് കർട്ടൻസും 2 ലെയർ കർട്ടൻസ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് ഷിയർ കർട്ടന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പേര് സുബിൻ ബാലൻ. എൻ്റെ സ്വദേശം കൊല്ലമാണ്. ഇതെൻ്റെ മോള് ശിവാനി പിള്ളെ 8th ഗ്രേഡിലാണ് പഠിക്കുന്നത്. ഞങ്ങളിപ്പം ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പപ്പീസും ഉണ്ട്. അപ്പോൾ തൊട്ട് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഒരു ലൈവ്ലി ആയിട്ടുള്ളൊരു സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന്. എന്ന് വെച്ചാൽ പപ്പിയുണ്ട്, അപ്പോൾ അവർ ഓടി കളിക്കാനൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് വേണമെന്ന്. അങ്ങനെ ഞാൻ ഹൗസ് വെക്കണമെന്ന് ഡിസൈഡ് ചെയ്തപ്പം ഞാൻ ഒത്തിരി പേരെ കോൺടാക്ട് ചെയ്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും, പല യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്യും. ആൻഡ് അറ്റ് ലാസ്റ്റാണ് ഞാൻ ഒറൻസൈ ബിൽഡേഴ്സിൽ ഫൈനലൈസ് ചെയ്തത്. ഞാൻ ഒറൻസൈ ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടറായ കൃഷ്ണകുമാറിൻ്റെ വീഡിയോസൊക്കെ കാണാനിടയായി. അപ്പം ഞാൻ മെയിൻലി നോക്കിയിരുന്നത് സ്ട്രക്ചർ ക്വാളിറ്റി ആയിരുന്നു. അവരുടെ എങ്ങനെ ഒരു വീടിൻ്റെ സ്ട്രക്ചർ റെഡിയാക്കാം, അതിൽ അവർ എഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അവരെ ഡിസൈഡ് ചെയ്തത് അവരുമായിട്ട് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത്. അതിന് മുമ്പ് ഞാൻ പലരെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരുമായിട്ട് നമ്മുടെ ഇതുമായിട്ട് സിങ്ക് ചെയ്ത് പോകാത്തതുകൊണ്ടാണ് അവസാനം ഒറൻസൈ ബിൽഡേഴ്സിൽ വന്നത്. വീട് വെക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചത് നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള പീസ്ഫുൾ അറ്റ്മോസ്ഫിയറുള്ള നല്ല നേച്ചറായിട്ട് കണക്ടിവിറ്റി ഉള്ളൊരു വീട് വെക്കണം എന്നായിരുന്നു. ഇത് റൂമിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ യുണീക്ക് ആയിട്ടുള്ള എലമെൻസും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പീസ്ഫുൾ എൻവയൺമെൻറ്റ് തരുന്നത്. പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സിറ്റ് ഔട്ടാണ്. അത് വലിയൊരു സിറ്റ് ഔട്ടാണ്. അവിടെ വലിയ 2 സെറ്റും ഉണ്ട്. അപ്പം ഞാൻ ആക്ച്വലി വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഐ വിൽ ബി സ്പെൻഡിങ് ദ ടൈം ഇൻ ദ സിറ്റ് ഔട്ട് ഡൂയിങ് വർക്കിംഗ്. സോ എപ്പോൾ നോക്കിയാലും എനിക്ക് ആ സ്പേസ് വളരെ ഇഷ്ടമാണ്. അതുകൂടാതെ പിന്നെ റിലാക്സിൻ്റെ ഒക്കെ ഉണ്ട്. റിലാക്സിൻ്റെ ഒക്കെ അവിടെ കൊയ് ഫിഷൊക്കെ ഉണ്ട്. അപ്പം അതെനിക്ക് വേറെ നല്ല റിലാക്സിങ് വാട്ടർ ബോഡിയാക്കുക. അപ്പം അതിനകത്ത് വാട്ടറിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. എപ്പോഴും ഒരു ലൈവ്ലി ഏരിയയാണ്. പിന്നെ അതും കൂടാതെ തന്നെ വേറെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പൂജാ സ്പേസ്. അവിടെ കൃഷ്ണ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കൃഷ്ണമാണ്ടൊരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. നല്ലൊരു ആർട്ട് വർക്കാണിത്. അതുകൂടാതെ ഡൈനിങ് റൂമിനും നമുക്കൊരു ട്രോപ്പിക്കൽ ലീഫ് കൈൻഡ് ഓഫ് ആർട്ട് വർക്ക് ഉണ്ട്. അങ്ങനെ ഇന്റീരിയർ ഫുള്ളി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. നമ്മൾ വിചാരിച്ചതിന് ഒരു 10 മടങ്ങ് നല്ലൊരു ഔട്ട്കാണ് ഞാൻ കിട്ടിയിരിക്കുന്നത്. സ്പെഷ്യലി പറയുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക്. ഈ പറഞ്ഞതൊക്കെ ആണെങ്കിലും ആദ്യം തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ ദർ ഇസ് നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പം എല്ലാം കൊണ്ട് ഞാൻ ഒറൻസൈ ബിൽഡേഴ്സിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു വീട് വേണം, ഒരു ടെൻഷനും ഇല്ലാതെ ആദ്യം തൊട്ടുള്ള പ്രോസസ്സ് അവസാനം വരെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു കൃഷ്ണകുമാർ ആൻഡ് ടീം ഒറൻസൈ ബിൽഡേഴ്സ്. ഐ റെക്കമെൻഡ് ദം ഫോർ ബിൽഡിംഗ് യുവർ ഡ്രീം ഹൗസ്. ഇവിടുത്തെ ഫാമിലി ഏരിയ ഇതൊരു മെസ്സൈൻ ലെവലിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കോമൺ ഫ്ലോർ ലെവലിൽ നിന്ന് എലിവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ തന്നെയാണ് നമ്മുടെ TV സ്പേസും. TV യൂണിറ്റിന്റെ പുറകെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഹൈറ്റ് ലെവലിൽ തന്നെ ഫുൾ ക്ലാഡിംഗ് ആണ്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ് ഇവിടുത്തെ ക്ലാഡിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫർണിച്ചേഴ്സ് ആണെങ്കിൽ നോക്കുകയാണെങ്കിലും
വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫർണിച്ചറാണ്. ട്രോപ്പിക്കൽ ഡിസൈൻ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കോഫി ടേബിളും അതുപോലെ തന്നെ ഡിസൈനും ഫർണിച്ചറിന്റെ ഡിസൈനും അതനുസരിച്ച് തന്നെയാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് മാക്സിമം ഡേ ലൈറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ വിൻഡോസ് എല്ലാം നോക്കുകയാണെങ്കിൽ വലിയ വിൻഡോസ് ആണ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേച്ചറായിട്ട് വെൽ കണക്റ്റഡ് ആണ്. നമുക്ക് വെന്റിലേഷൻ ആയാലും ലൈറ്റ് ആയാലും ആവശ്യത്തിൽ കൂടുതൽ ഈ വീട്ടിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നേരെ നമ്മൾ എത്തുന്നത് ഒരു മിഡ് ലാൻഡിങ്ങിലാണ്. ആ മിഡ് ലാൻഡിങ്ങിൽ തന്നെ ഇതൊരു ആംഫിതിയേറ്റർ മോഡലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫസ്റ്റ് ലെവല് മിഡ് ലാൻഡിങ്, സെക്കൻഡ് ലെവൽ മെസ്റ്റിംഗ്, തേർഡ് ലിവിംഗ്, ഫോർത്ത് ലെവൽ നമ്മൾ പറയുന്നത് ഡൈനിങ് ഏരിയ. അത് 150 mm ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. സോ ഇവിടെ നിന്ന് തന്നെ ഒരു തിയേറ്റർ മോഡല് ഒരു കണക്ടിവിറ്റിയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അവിടെ നേരെ വ്യൂ നമുക്ക് കിട്ടുന്നത് 40 യാർഡിലോട്ടാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നത് മിഡ് ലാൻഡിങ്ങിലാണ്. ഈ സ്റ്റെയർ പ്യുവർലി നമ്മൾ MS-ലാണ് ചെയ്തിരിക്കുന്നത്, WPC കൊണ്ട് അത് പാനൽ ചെയ്തിരിക്കുന്നു. ഈ ഫസ്റ്റ് ലെയർ ലാൻഡിങ്ങിലോട്ട് നമ്മൾ ചെല്ലുന്ന ഏരിയയിൽ ഇവിടെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടില്ല. കാരണം ഇതിന്റെ ഹൈറ്റ് വളരെ ചെറുതാണ്. നമ്മൾ എലിവേറ്റഡ് ലിവിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തതാണ്. നമ്മുടെ മിഡ് ലാൻഡിങ്ങിലെ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീലില് ഫ്ലവർ പാലറ്റ്സ് വെൽഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നുള്ളൊരു ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവായ കാരണം തന്നെ, അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് അത്യാവശ്യം സഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹാൻഡ് റെയിൽ ഈ ഒരു പാറ്റേൺ ആണ്. സോ ഇവിടെ നിന്ന് അതായത് തേർഡ് ഫ്ലൈറ്റിലൂടെ കയറുമ്പോഴാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽ ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയാണെങ്കിലും WPCയിലെ MS-ല് WPC പാനൽ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ വർക്ക് എക്സിക്യൂട്ട് ചെയ്തത്. നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന കർട്ടൻ വാളാണ് ഈ വീട്ടിലേക്ക് ഏറ്റവും വലിയൊരു ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതൊരു പാസീവ് ലൈറ്റ് സോഴ്സ് ആണ്. സോ നോർത്ത് സൈഡിലാണ് ഈ ഒരു കർട്ടൻ വാൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഫുൾ ഹൈറ്റ് കൊടുത്തിട്ട് ജോർജിയൻ എലമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടുത്തെ കർട്ടൻ വാളിലുള്ളത്. അതായത് അത്യാവശ്യം ഫുൾ വിത്തില് മെസ്ലൈൻ തൊട്ട് ടോപ്പ് സീലിംഗ് വരെ ഉള്ള ഹൈറ്റിലാണ്. അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു വാളാണ്, കർട്ടൻ വാളാണ് നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിയുമ്പോൾ 2 ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിഡ്സ് ബെഡ്റൂം. സോ ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിങ്ക് ആൻഡ് പീച്ച് തീമിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു വേൾഡ് മാപ്പ്, അതായത് 3D പ്രൊജക്റ്റഡ് മാപ്പാണ് നമ്മളിവിടെ വാളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബെഡ് സൈസ് പറയുകയാണെങ്കിൽ എക്സ്ട്രാ കിങ് സൈസ് ആണ് ഈ ബെഡ് സൈസ്. ഈ റൂമിന്റെ സൈസോ 4 മീറ്റർ ബൈ 3.8 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബേ വിൻഡോയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. കിഡ്സിന് പഠിക്കാനായിട്ടുള്ള സ്റ്റഡി ഏരിയയും. സോ ഒരു വളരെ എക്സ്ട്രാ ലാർജ് ആയിട്ടാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വാക്കിംഗ് വാർഡ്രോബ്സ് ഉണ്ട്. സോ അതും നമ്മൾ വലിയ വിൻഡോസ് കൊടുത്തിട്ട് എക്സ്റ്റേണൽ ഇതായിട്ട് വെൽ കണക്റ്റഡ് ആണ്. സോ ഈ വീട്ടിലെ ഏത് റൂംസിൽ നമ്മൾ നോക്കുകയാണെങ്കിലും വിൻഡോസ് എല്ലാം എക്സ്ട്രാ ലാർജ് സൈസിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേച്ചറായിട്ട് വെൽ കണക്റ്റഡ് ആണ്. എപ്പോഴും നമുക്ക് ഇപ്പോൾ കർട്ടൻസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ലൈറ്റ് സോഴ്സ് വളരെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഓരോ റൂമിലും നമുക്ക് അവൈലബിൾ ആകുന്നത്. ഇവിടുത്തെ ബേ വിൻഡോ ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബേ വിൻഡോയിലോട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ വാളിലായാലും ഇവിടെ 3 സൈഡ്സ് ടോട്ടലി പാനൽ ചെയ്തിരിക്കുകയാണ് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ്സിൽ. അതുപോലെ തന്നെ കുഷ്യൻ ബെഡ്സ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റഡി ഏരിയ നോക്കുകയാണെങ്കിൽ ഇത് WPC ഫ്ലൂട്ടഡ് പാനലിൽ നമ്മൾ PU ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അക്രിലിക്കും ലാമിനേറ്റും PU ഫിനിഷിലാണ് ഈ ബെഡ്റൂമിൽ നമ്മൾ ഫിനിഷിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് ടേബിളും അതുപോലെ തന്നെ ബാക്കിലൊരു വാൾപേപ്പർ പാനലിങ്ങും, പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബേ വിൻഡോയും അതുപോലെ തന്നെ വലിയ വിൻഡോസുമായിട്ടാണ് ഈ റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടാണ് ഈ റൂമിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ. സോ ഈ റൂമിന്റെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു വാക്കിൻ കബോർഡ് സ്പേസും അതുപോലെ തന്നെ ആ സ്പേസിന് അറ്റാച്ച് ചെയ്തിട്ടൊരു വാഷ് കൗണ്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റിന്റെ സൈസ് നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് മാക്സിമം സ്പേസ് ഈ വാക്കിംഗ് കവേർഡ് ഏരിയയിലോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ സ്റ്റോറേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മാക്സിമം ഒരു ഫീല് കിട്ടും. നമുക്ക് സ്പേസ് എക്സ്ട്രാ ഒരു ഫീല് കിട്ടാനായിട്ട് ഈ ഒരു ഡിസൈൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ വീട്ടിലെ ഹോം തിയേറ്റർ ഒരു 5 സീറ്ററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ സ്പേസ് പറയുകയാണെങ്കിൽ 3.5 by 3 മീറ്ററിന്റെ ഒരു കോമ്പാക്ട് ഹോം തിയേറ്ററാണ് ഇവിടെ സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.